മയിലല്ലോ സ്മൈൽ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഞങ്ങളത് ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്ന് ഓണായോണ്ട് നമ്മളിത് ഒരു സ്ഥലം വരെ പോവാണ്. വിചാരിച്ചു ബ്ലോഗ് എടുക്കാന്ന്, വൈബ് എടുക്കാന്ന് വിചാരിച്ചു അല്ലേ ആദു ബാബി. ഉമ്മ കൊടുത്ത എല്ലാവർക്കും ആദുവിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഉമ്മ കൊടുക്കാം. അവിടെ ഇത് എന്നിട്ട് വെള്ളം വേണേ. ഉമ്മ കൊടുത്തു. ഉമ്മ ഒട്ടും വൈകണ്ട, നമ്മൾ കുറച്ച് അത് നമുക്ക് വീഡിയോ കാണാം. അപ്പൊ നമുക്കൊരു കുട്ടി ഓണം ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ നമ്മുടെ. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ അലാറം ക്ലോക്ക് ആയിട്ട് നമ്മുടെ ആദുബാബി ആയിട്ട് ഡെയിലി എണീച്ചിട്ട് നമ്മളെ വിളിക്കണേ. ആ ടൈമൊക്കെ ഞാനും വാഗൂട്ടും നല്ല ഉറക്കമായിരിക്കും കേട്ടോ. ശരിക്കും കുംഭകർണം ഉറങ്ങും എന്നൊക്കെ പറയില്ലേ, ആ വൈബിലാണ് ഞാനും വാഗുട്ടിയും ഉറങ്ങണേ. ആദുബാബി ആണെങ്കിൽ നല്ല എനർജറ്റിക് ആയിട്ട് ഞങ്ങളെ എണീപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പല അടവുകളും കാട്ടും. പക്ഷേ ഇന്ന് അവൻ്റെ അടവ് നമുക്ക് ഏറ്റെടുക്കേണ്ട വന്നു. കാരണം നമുക്കിന്ന് പുറത്ത് പോകണമെന്ന് കേട്ടോ. കാരണം നമുക്കൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ട് എല്ലാവരും കൂടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാനാണെങ്കിൽ ഉറക്കണി വെച്ചിട്ട് കണ്ണിലാണെങ്കിൽ ഡാർക്ക് സർക്കിൾസ് പാണ്ടയുടെ പോലെയൊക്കെ ആയിട്ട് കണ്ണ് ചില സമയത്ത് ഞാൻ നോക്കുമ്പോൾ. പിന്നെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവറ്റങ്ങളുടെ മുഖം, രണ്ട് പിള്ളേരും മുഖം രാവിലെ തന്നെ കാണുമ്പോൾ ഒരു പോസിറ്റിവിറ്റി ആട്ടോ. എന്തൊക്കെ ഉണ്ടെങ്കിലും സാരില്ല. പിന്നെ ഈ വീഡിയോ ഒക്കെ എടുത്ത് കാട്ടി കൊടുക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ നമ്മുടെ പിള്ളേരൊക്കെ നോക്കിയെന്ന് ഇവർക്ക് തന്നെ വലുതാവുമ്പോൾ കാണാമല്ലോ. നമ്മുടെ അച്ഛമ്മമാരുടെ കാലഘട്ടത്തിലും അവരുടെ ജനറേഷനും മുന്നുള്ളവർക്കൊന്നും ഇതുപോലത്തെ എന്താ പറയുക ഡോക്യുമെൻ്ററി ആയിട്ട് എടുത്ത് വെക്കാൻ അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവരിങ്ങനെ ഞാൻ നിങ്ങളെ ഇങ്ങനെയാണ് നോക്കിയേ, ഞാൻ നിങ്ങളെ അങ്ങനെയാണ് നോക്കിയെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് നമ്മൾ തള്ളി പറയും. കാരണം നമ്മൾക്ക് ഇങ്ങനെ കേട്ട് കേൾവിയുള്ളൂ. ഇതാണെങ്കിൽ ഇവർക്ക് വിറ്റ്നസ് ചെയ്യാൻ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ്. നമ്മൾ പകുതി ഒരു എന്താ പറയുക നമ്മുടെ ലൈഫിലെ കുറച്ച് നല്ല നല്ല നിമിഷങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിൽ ക്യാപ്ചർ ചെയ്തിട്ട് സേവ് ചെയ്ത് വെക്കുന്നതല്ലേ. അപ്പോൾ ബാക്കി ഇതിനപ്പുറം നമുക്ക് ചിലപ്പോൾ ഡൗൺഫോൾ ആയിട്ടുള്ള ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ടൈം ഉണ്ടാവും. ഭയങ്കര സങ്കടം, അഗ്രസീവ്നെസ് ഉള്ളതായിരിക്കും. നമ്മളിങ്ങനെ പല പല മൂഡ് സ്വിങ്സും അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മൾക്ക് എന്താ പറയുക ഒരു നമുക്ക് മീൻസ് അത്യാവശ്യം നമുക്ക് കാട്ടാൻ പറ്റുന്ന ഇമോഷൻസും കാര്യങ്ങളൊക്കെ കാട്ടി നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് ഡോക്യുമെൻ്ററി ചെയ്തിട്ട് ഇവർക്കൊക്കെ വലുതാകുമ്പോൾ ഭാവിയിൽ കാട്ടി കൊടുക്കാമല്ലോ. പിന്നെ അങ്ങനെ പിന്നെ അമ്മാമ്മയാണ് ആദുവിനെ ഫുൾ ടൈം നോക്കണം. അതിൻ്റെ പകുതി മുക്കാലും എനിക്ക് വീഡിയോ എടുക്കാനും കൂടി ടൈം കിട്ടാറില്ല കേട്ടോ. കാരണം ഞാനിവിടെ ഇവളുടെ പിന്നാലെയാണ് ഫുൾ ടൈം. അപ്പോൾ ഇതൊക്കെയാണ്. പണ്ടാണ് എനിക്ക് ഓണം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര നല്ല രസമായിട്ടുള്ള ടൈമായിരുന്നു കേട്ടോ. അതായത് വീട്ടിൽ എന്നും പൂക്കളിടും. ഓണത്തിന് അച്ഛനമ്മ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പൂക്കളിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടനും കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പൂക്കളൊക്കെ കൂട്ടി ഇടലും കാര്യങ്ങളും പിന്നെ ഓണത്തിന് മറ്റേ തൃക്കാക്കരപ്പന വെക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടിട്ട് കോളേജ് ടൈം വരെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർവേർഡ്സ് നമ്മൾ പിന്നെ കുട്ടികളായി കല്യാണമായി അതിന് ശേഷം നമുക്ക് എന്താ പറയുക ഓണം പിന്നെ ഞാൻ അവിടെയുള്ള സമയത്ത് തന്നെ ഓണം വെറുതെ സദ്യ കഴിക്കല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഓണമില്ല, പ്രോപ്പറായിട്ട് വിഷു ഇല്ല. വിഷു പിന്നെ നാട്ടിലുള്ളപ്പോൾ കണി കാണും, പടക്കമൊക്കെ പൊട്ടിക്കുക. നാട്ടിലുള്ള സമയം നല്ല രസമാണ്. അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ഫെസ്റ്റീവ്സും ഇല്ല, കാര്യങ്ങളും ഒന്നുമില്ല. ജീവിതം ഇങ്ങനെ ഒരു എന്താ പറയുക ഇങ്ങനെ നമ്മൾ ജീവിച്ചിങ്ങനെ പോകണു. ഇങ്ങനെ ആർക്കോ വേണ്ടി എന്നുള്ളൊരു രീതിയായിരുന്നു. ഒരു ഹാപ്പനിങ് പോലെ ഇങ്ങനെ ലൈഫ് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് വേറെ എക്സൈറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പം എനിക്ക് പിള്ളേരുണ്ടായതിന് ശേഷം എനിക്ക് ലൈഫിൽ സത്യം പറയുകയാണെങ്കിൽ ചില സമയം ഞാൻ ആലോചിക്കും എന്തിനാണ് അച്ഛനും അമ്മയും പറയണ കേട്ടിട്ട് ഇത്രയും പെട്ടെന്ന് ചെറുപ്പത്തിലേ കല്യാണം കഴിഞ്ഞ് പോയത്. എനിക്ക് കുറച്ചും കൂടിയും എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ചും കൂടിയും ജോബായാലും ഒന്ന് പേഴ്സ്യൂ ചെയ്യായിരുന്നല്ലോ എന്ന് ആലോചിക്കും. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ദൈവത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനി അല്ലെങ്കിൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. ദൈവം നമ്മൾക്ക് ഓൾറെഡി വിധിച്ചിട്ടുണ്ടാവും നമ്മൾ ആ വഴി കൂടെ പോവുക. പിന്നെ നമ്മൾ എന്താ പറയുക ആർക്കും ചീത്തപ്പേരോ മോശമോ പേരോ കേൾപ്പിക്കാണ്ട് നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുക എന്നാണ് എൻ്റെ പോളിസി കേട്ടോ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ പിള്ളേരൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ ഇവളുടെ വാഗുട്ടിയുടെ ആദ്യത്തെ ഓണം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി കൂടാമെന്ന് വിചാരിച്ചു. വെറുതെ ടയേർഡായിട്ട് മടി പിടിച്ചൊന്നും ഇരിക്കേണ്ട വിചാരിച്ചു. അപ്പോൾ നീമയാണ് വിളിച്ചപ്പോഴേക്കും നീമ അതെ ഞാൻ റെഡിയാണ് വരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ പണ്ട് എൻ്റെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അച്ഛനമ്മയ്ക്കുള്ള സമയത്ത് നമ്മൾ ഭയങ്കര കാര്യമായിട്ട് ഭയങ്കര സെലിബ്രേറ്റ് വെക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കണം അച്ഛനമ്മയുടെ എന്താ സെലിബ്രേറ്റ് ചെയ്യാത്തതെന്ന് കേട്ടോ. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു ആ ടൈമിലൊക്കെ. പിന്നെ ഇപ്പോൾ എനിക്ക് അതൊക്കെ റിലേറ്റഡ് ആയി തുടങ്ങി നമുക്ക്. കാരണം നമ്മളിങ്ങനെ ഫാമിലി ലൈഫും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ
നമുക്ക് എവിടെ നിന്നാണ് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അങ്ങനെ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഇപ്പോൾ ഓണായാലും വിഷു ആയാലും എന്താണെങ്കിലും ഒരു നോർമൽ ഡേ പോലെ നമുക്ക് പിന്നെ മെച്യൂരിറ്റി ആണോ പിന്നെ തള്ളവേവ് വന്നതാണോ എന്താണോ എനിക്കറിയില്ല, ഒരു നോർമൽ ഡേ പോലെ ആട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളവരൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ ഓണായാലും കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യായിരിക്കും, പക്ഷെ എനിക്കതിനൊന്നും ഒരു എക്സൈറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. പിന്നെ പിള്ളേരായതിന് ശേഷം അവർക്ക് ഇതൊക്കെ അവർക്കും എന്താ പറയുക നമുക്കൊരു ഫീലൊക്കെ തോന്നില്ല. ഓണം വിഷു ഇങ്ങനെയൊക്കെ അവർക്കും ഇങ്ങനെ തോന്നുന്നുണ്ട് നമുക്ക് ചെറുപ്പത്തിലുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് പോലെ. അപ്പോൾ അതുകൊണ്ട് ഇത് ഇവളുടെ പിന്നെ ആദ്യത്തെ ഫസ്റ്റ് ഓണാണ് നമ്മുടെ വാക്കുട്ടിയുടെ. അപ്പോൾ എന്തായാലും ഇത് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എല്ലാവരും കൂടിയിട്ട് വല്ലപ്പോഴൊക്കെ കാണാം. പണ്ടാണെങ്കിൽ നമ്മൾ എല്ലാ വീക്കൊക്കെ ആകുമ്പോൾ ഞാനിവിടെ ഇപ്പോൾ നമ്മൾ മാരേജിന് മുന്നേ ഇപ്പോൾ നാട്ടിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഫുൾ ടൈം എപ്പോഴും അമ്മമാർ വീട്ടിലേക്ക് വരലും നമ്മൾ അവിടേക്ക് പോകലും അമ്മാവൻ്റെ അടുത്ത് പോകലും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം ഇതുപോലെ ഒത്തുകൂടാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷവും ഭയങ്കര എക്സൈറ്റഡ് ഒക്കെ ആയിട്ടായിരുന്നു ഞാൻ ഇരിക്കുന്നത്. പിന്നെ അധികം ഓവറായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്തില്ല, കാരണം ജസ്റ്റ് ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഇത്ര വൃത്തിയായിരിക്കണം അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതിൻ്റെ തോട്ടം. അപ്പം ഞാൻ യൂഷ്വലി ചെയ്യണ പോലെ ഭയങ്കര കാര്യമായിട്ട് വാരി കോരിയിട്ട് അങ്ങനെ ഇതൊന്നും ചെയ്തില്ല. ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇട്ടു, സൺസ്ക്രീൻ ഇട്ടു, പിന്നെ ജസ്റ്റ് ഒരു പൗഡർ ഇട്ടു, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മേക്കപ്പ് ലുക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം എൻ്റെ സ്കിൻ കെയർ റൂട്ടീനൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി. ഇപ്പോൾ പിമ്പിളിനുള്ളത് കാരണം നമ്മൾ ഈ ഒന്നാമത് നമ്മൾക്ക് എന്താ പറയുക മര്യാദയ്ക്ക് പ്രോപ്പറായിട്ടുള്ള ഉറക്കും കാര്യങ്ങളൊക്കെ കിട്ടിയില്ലെങ്കിൽ തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കര ഒരു വല്ലാത്തൊരു ഹൈഡ്രേഷനും ഇല്ലാണ്ട് പോലെ കേട്ടോ. ഞാൻ പിന്നെ പറയണ്ടായിരുന്നു, എനിക്കറിയാം രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു ടൈം ആവുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തലേന്ന് എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ അതേ മേലൊക്കെ കഴിക്കിട്ട് ഞാൻ വന്നു. ഇതാട്ടോ നമ്മുടെ വാവുക്കുട്ടി ഇടാൻ പോണ ഡ്രസ്സ്, നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സല്ലേ. ഇത് നമുക്ക് കൊളാബ് കിട്ടിയതാട്ടോ. പക്ഷെ മറ്റേ നോക്കുമ്പോൾ അവൾക്ക് ഭയങ്കര വലുതായിരുന്നു, അതുകൊണ്ട് ആ മറ്റേ ക്യൂട്ടായിട്ടുള്ള അത് അമ്മയുടെ ഫ്രണ്ട് കൊടുത്തിട്ടുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഇട്ടു ഓണത്തിന്. പിന്നെ വേറെ കുറേ ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവൾക്ക് ഓണക്കോടിയായിട്ട്, പക്ഷെ അതൊക്കെ ഇത്തിരി വലുതായതുകൊണ്ട് അതൊന്നും ഇടിച്ചില്ല കേട്ടോ. അപ്പോൾ ഉള്ളത് നല്ല ഭംഗിയുള്ളത് ഇടിച്ചു കേട്ടോ. അപ്പോൾ ഹെയറൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ എന്താ പറയുക ഇന്നലെ തല അങ്ങനെ തന്നെ കുളിച്ചിട്ട് കിടന്നുറങ്ങിയോണ്ട് പ്രോപ്പറായിട്ട് കുറച്ചൊന്നും ഉണങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹെയർ ഡ്രയർ കൊണ്ട് എല്ലാം കൂടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തു. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ 2 പിള്ളേരായതിന് ശേഷം ലൈഫ് ടോട്ടലി നല്ല ഡിഫറെൻ്റ് ആണ്. ചില സമയത്ത് വിചാരിക്കും എന്തിനാണ് അച്ഛനും അമ്മയും പറഞ്ഞു കേട്ടിട്ട് ഇത്രയും ചെറുപ്പത്തിൽ വേഗം കല്യാണം കഴിച്ച് പോയെന്ന്. കാരണം ഇപ്പോൾ കല്യാണപ്രായം എന്നൊക്കെ പറയുമ്പോൾ 10-30 വയസ്സൊക്കെ ആയിട്ട് ഇപ്പോൾ കല്യാണപ്രായം ഞാൻ ഇടയ്ക്കിനെ ചിന്തിക്കാറുണ്ട്. പിന്നെ ചിലപ്പോൾ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും, മീൻസ് നമ്മൾക്ക് ഡെസ്റ്റിനി ഫെയ്ത്ത് അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും നമുക്ക് ലൈഫിൽ എന്താ പറയുക ഞാനിങ്ങനെ കൊഞ്ചി ഇങ്ങനെ ഇമ്മച്ചുവേർഡായിട്ട് ഇങ്ങനെ നടക്കണേ. എനിക്ക് എപ്പോഴും ഇങ്ങനെ പാമ്പർ ചെയ്ത് ഇങ്ങനെ ലൈഫിൽ എന്താ പറയുക ഒരു ലക്ഷ്യമില്ലാണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരുമ്പോൾ ഞാൻ പറയും ട്രൈ മീ എന്നാണ് പറയാറ്. ജസ്റ്റ് ട്രൈ മീ, ഞാനത് ഓവർകം ചെയ്തിട്ട് നെക്സ്റ്റ് വരുമ്പോൾ എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ആയി തുടങ്ങി കേട്ടോ. എന്തിപ്പോൾ ലൈഫിൽ വന്നാലും അതിപ്പോൾ എന്താ പറയുക എനിക്കതിപ്പോൾ ഒരു ടാക്കിൾ ചെയ്യാനുള്ളൊരു ഇത് വന്നു തുടങ്ങി. മുന്നേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, അയ്യോ അങ്ങനെ ഒരു സംഭവം. ഇപ്പം അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ ആ ഒരു ഫ്ലോയിൽ പോവുക, ജസ്റ്റ് കൂളാവുക. എന്തിനാണ് ടെൻഷനൊക്കെ അടിക്കണത് വെറുതെ ആവശ്യമില്ലാണ്ട്. എനിക്ക് ആദ്യമാണെങ്കിൽ 2 ആദുവിനെ കുറിച്ചിട്ടായിരുന്നു ആകെ ടെൻഷൻ. അയ്യോ അവൻ പ്ലേ സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്തായിരിക്കും അവനെ ഇനി അപ്പോഴാണ് ഈ റാഗ് ചെയ്യണ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിള്ളേരെ കണ്ടിരുന്നത്. അയ്യോ അവൻ എന്തായിരിക്കും ചെയ്യുക, അതങ്ങനെ ടെൻഷൻ. പിന്നെ ഇവള് പെൺകുട്ടിയാണ്, ഇവളുണ്ടായതിനു ശേഷം ഇങ്ങനെ ഓരോ ന്യൂസൊക്കെ കാണുമ്പോൾ അയ്യോ എനിക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആവാറുണ്ട് കേട്ടോ. അതേ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമ്മുടെ ആദ്യട്ടുണ്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾക്ക് എന്താ പറയുക ഒരു സ്ട്രെസ്സും ഒരു കാര്യമില്ലാണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ മനുഷ്യരാണോ ശരിക്കും, നമ്മൾ വല്ല ഏലിയൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ടെൻഷനില്ലാതെ മനുഷ്യന്മാരുണ്ടോ ഈ ലോകത്ത്? എനിക്കറിയില്ല കേട്ടോ, ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറഞ്ഞതായോന്നൊക്കെ. അപ്പോൾ അതേ നമ്മൾ റെഡി ആയിട്ട് സെറ്റായിട്ട്. അപ്പോൾ ആദുബാബി ആണെങ്കിൽ ആദുബാബിയുടെ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ എനിക്കറിയില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അവനെന്തായാലും നമ്മൾ എന്താ പറയുക മുണ്ടൊക്കെ അവിടെ വെച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. പോവാൻ നിൽക്കണ നേരത്തെ തന്നെ നല്ല മഴയായിരുന്നു. അപ്പോൾ അത് ഏറ്റവും വലിയ കുട, ഇതിനും വലിയ കുട വീട്ടിലേക്ക് കണ്ടെത്താൻ പറ്റിയില്ല, അതുകൊണ്ട് വലിയ കുട എടുത്തിട്ടാട്ടോ വന്നത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരാൾ പൗഡർ കട്ടെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അമ്മേ
അപ്പോൾ ഇതാണ് യൂഷ്വലി, ഇപ്പം നിങ്ങളെ ഞാൻ കേൾപ്പിച്ചു തന്നതാണ്, എനിക്ക് വേണമെങ്കിൽ മ്യൂട്ട് ചെയ്യായിരുന്നു. ഇതാണ് യൂഷ്വലി വീട്ടിൽ നടക്കാറ്. അമ്മ എനിക്കറിയില്ല, അമ്മ ചത്ത് കഴിഞ്ഞാൽ ഞാനിനി സൈക്കോയിട്ട് അമ്മ എന്ന് വിളിച്ചാൽ ആരാണ് വീട്ടിൽ ഓടിയെത്താന്നൊക്കെ. അമ്മേനെ ശല്യം ചെയ്യാൻ ഞാൻ തട്ടിപ്പോയി അമ്മയ്ക്ക് വിഷമാവില്ലേ? അമ്മേനെ ശല്യം ചെയ്യാൻ ഈ വീട്ടിൽ പിന്നെ ആരല്ലേ? പിന്നെ അമ്മാമ്മ എന്ന് പറഞ്ഞാൽ ശല്യം ചെയ്യാൻ അതുണ്ട്. അപ്പോൾ നമ്മളിതേ കാറ് ഡ്രൈവ് ചെയ്തിട്ട് നമ്മൾ പോയോണ്ട് കേട്ടോ. അപ്പോൾ പോവാണ്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ ആദുബാബയാണെങ്കിൽ കാറിനെ കയറിയിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ പെട്ടെന്ന് ടെററായി, ഞാൻ അഞ്ഞെത്തിയായി. ഞാൻ പറഞ്ഞു വണ്ടി എടുക്കില്ല, നീ ഇറങ്ങാണ്ട് എടുക്കില്ല എന്ന് വെച്ചിട്ട്. കാരണം ഇവൻ്റെ അടുത്ത് നമ്മൾ ഈ വക വേഷം ഇവൻ ഇരിക്കാണ്ട്. കാരണം ഇവൻ്റെ അടുത്ത് ഈ വക വേഷം കെട്ടുകൾ കാട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ ഇവൻ നമ്മളെ തലയിൽ കയറി ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാനെന്താ ഈ വക കാര്യങ്ങളൊക്കെ ഇവൻ്റെ അടുത്ത് ചെയ്യും. ഇവൻ്റെ വാശി ഇപ്പം എൻ്റെ അടുത്ത് ഞാൻ നടത്തിക്കാറില്ല മാക്സിമം. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി ഗായ്സ്. അപ്പോൾ സത്യം പറയാലോ നമ്മളൊരു ട്രാൻസിഷൻ പോലെയായിരുന്നു കേട്ടോ. ഒരു നോർമൽ ലൈഫ് ലൈക്ക് കസിൻസിനൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പണ്ട് ഇത്രയും ഇവരോട് എന്താ പറയുക ഇത്ര സ്നേഹം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കുറേ നാളുകൾ ഇങ്ങനെ ഒത്തുകൂടുമ്പോണ്ടല്ലോ എൻ്റെ അമ്മ ഒരു പ്രത്യേക ഒരു സന്തോഷമായിരുന്നു കേട്ടോ. ഈവൻ അമ്മ അടക്കം പറയുന്നുണ്ടായിരുന്നു, അമ്മയ്ക്ക് അമ്മയുടെ ചേച്ചീനും മാമന്മാരും ഒക്കെ ചേട്ടന്മാരും ഒക്കെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനവിടെ കാലുകുത്തി നോക്കുമ്പോഴേക്കും മാമ എന്ത് അതിനെടുക്കലും കാര്യങ്ങളും ഹരിക്കുട്ടനൊക്കെ ആയിട്ട് വൈബ്. പിന്നെ നോക്കുമ്പോൾ പൂക്കളും കാര്യങ്ങളും കണ്ടപ്പോൾ എൻ്റെ മൈൻഡ് അങ്ങോട്ടാണ് പോയിട്ടോ. ഭയങ്കര ഹാപ്പിയായി ഞാൻ. അപ്പോൾ ഞാൻ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ഫാമിലി ഗെറ്റ് ടുഗദറും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യണം. കാരണം എപ്പോഴും നമ്മളിപ്പോൾ എല്ലാവരും എപ്പോഴും ഇങ്ങനെ 100 കൊല്ലം വരെ ജീവിച്ചിരിക്കണമെന്നുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് ഇതൊക്കെയല്ലേ ഒരു മെമ്മറീസ് തന്നെയായിരുന്നു. അപ്പം ഞാൻ നമ്മുടെ വിയാരുബാബിയുടെ സ്ലോമോയിലുള്ള കുറച്ച് ക്ലിപ്സൊക്കെ എടുത്താൽ കേട്ടോ. നല്ല രസമില്ല, അവളുടെ മറ്റേ വയലറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോഴാണെങ്കിൽ നടച്ച് പൂക്കളും പിന്നെ നമ്മളുടെ തൃക്കാക്കരപ്പനും കാര്യങ്ങളും. അമ്മയാണെങ്കിൽ അവിടെ തുള്ളിച്ചാടി നടക്കണം. അമ്മയ്ക്ക് അവിടെ എത്തിയപ്പോൾ അതും വേണ്ട, ഞാനും വേണ്ട, അവളും വേണ്ട. അമ്മയുടെ അടുത്ത് ഓടലും നീ വേറെ അടുത്ത് ഓടിപ്പാഞ്ഞ പോലും. അവസാനം ഇവളുടെ അടുത്ത് ഞാനായിട്ടോ, ഞാൻ സ്റ്റക്കായി. അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ പിള്ളേരില്ലെങ്കിൽ നമുക്ക് വേറെ വൈബായിരുന്നു. അവിടെ തുള്ളി നടന്ന് ഞാൻ എൻ്റെ പണ്ടത്തെ എനർജറ്റിക് ആയിട്ടുള്ള ഞാനൊക്കെ ആയി മാറി. പിന്നെ മനസ്സിലായി അയ്യോ നിന്നെ കുറ്റം പറഞ്ഞതല്ലോ പിന്നെ എനിക്ക് മനസ്സിലായി ചിന്നു നീ ഒരു അമ്മയാണ്, നീ അടങ്ങൊതുങ്ങി നിൽക്ക്. അതും ഒരു അമ്മയാണെങ്കിൽ വെച്ചാൽ കുഴപ്പമില്ല, ആരെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചിട്ട് എനിക്ക് നൈസായിട്ട് ഇതാക്കായിരുന്നു. പക്ഷെ ഒരാൾക്ക് ഞാൻ ഇല്ലാണ്ട് പറ്റില്ല. അപ്പോൾ ഞാൻ ചില സമയത്ത് ഞാൻ റൂമിൽ ഇങ്ങനെ വെറുതെ ഇരിക്കും, ഷാര എടി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറയടി ചിന്നു മേലിട്ട്. സത്യം പറഞ്ഞാൽ അവൾ കുറേ പ്രാവശ്യം വിളിച്ചതായിരുന്നു, ഷാര വാ ലെറ്റ്സ് ഗോ ആൻഡ് ടേക്ക് എ പിക്ചർ എന്നൊക്കെ പറഞ്ഞിട്ട്. എവിടെ മേലേക്കും കൂടി കാല് കുത്താനും കൂടി പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം എന്നാലും എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ പറയുക അവരെ കാണാൻ പറ്റി, എൻജോയ് ചെയ്യാൻ പറ്റി, നല്ല ഹാപ്പി മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായി. വിയാരാണെങ്കിൽ എന്നെ കണ്ടപ്പോൾ ഓടിപ്പോവാ കേട്ടോ എൻ്റെ അടുത്തുനിന്ന്. അവളായിട്ട് ഞാൻ അങ്ങനെ എപ്പോഴും ഇങ്ങനെ കാണാറില്ലല്ലോ. ഷാരമേമയായിട്ട് അവൾ ഭയങ്കര ചങ്കാട്ടോ. കാരണം എപ്പോഴും കാണാറുണ്ട്. ഞാനാണെങ്കിൽ വല്ലപ്പോഴൊക്കെ മാവേലി എന്നൊക്കെ പറയണ പോലെയൊക്കെയാണ് വിയാരം എന്നെ കാണാറ് കേട്ടോ. വല്ല സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ. അങ്ങനെ അധികം നമ്മളങ്ങനെ മീറ്റ് ചെയ്യാറില്ല. അപ്പം ഇവർക്കാണെങ്കിലും ഇനി ഭാവി തലമുറയ്ക്ക് ലൈക്ക് ഫ്യൂച്ചർ ജനറേഷനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എൻ്റെ ദൈവം ഒന്നും അറിയില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മീറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമായിട്ട്. അപ്പോൾ ഇവിടെ എൻ്റെ മോനെ ഇവിടെ വേഷം ഇങ്ങോട്ട് കാട്ടുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ. വോയിസ് ഓവർ കൊടുക്കണ സമയത്ത് ഞാൻ അവളുടെ അടുത്ത് പറയായിരുന്നു എടി ഷാരു നമ്മൾ വീഡിയോ ആയിട്ട് എടുക്കുന്ന നീ അങ്ങോട്ട് നിങ്ങളൊക്കെ സംസാരിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ യൂഷ്വൽ നമ്മൾ എന്താ പറയുക നല്ല പ്രോപ്പർ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്ന കാര്യമില്ലല്ലോ. സ്റ്റില്ലായിട്ട് ജസ്റ്റ് ഒരു മൂമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. വീഡിയോക്ക് ഒരു വീഡിയോ ഇടല്ലെങ്കിൽ ഇങ്ങനെ നമ്മളിങ്ങനെ മറ്റേ സിനിമയിൽ പറയണ പോലെ ചിണ്ടാവും എന്നൊക്കെ പറയണ പോലെ ആവും അല്ലേ. പിന്നെ അവിടെ വന്നപ്പോൾ ഷാര ഞാൻ നോക്കുമ്പോൾ നല്ല ചുള്ളത്തിട്ടുണ്ടായിരുന്നു. അഷ്ടേച്ചും വേറെ ലുക്കിൽ അഷ്ടേച്ച് ഓരോരുത്തരും ഓരോ ലുക്കിൽ. ഞാൻ മാത്രം സാരി എടുക്കാണ്ട്. പിന്നെ എൻ്റെ മനസ്സ് സാരിയൊക്കെ അമ്മ എന്താവോ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ തിരിക്ക് സാരി എടുക്കാനൊന്നും തോന്നില്ല. പണ്ടത്തെ പോലെ ഫോട്ടോഷൂട്ടോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒരു സംഭവത്തിനൊന്നും ഇല്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ ഇവരുടെ സാരി എടുക്കലൊക്കെ കാണുമ്പോൾ ഞാൻ അപ്പം തന്നെ ഞാൻ ചേഞ്ച് ചെയ്ത് അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അപ്പോൾ തന്നെ ഹരിക്കുട്ടൻ്റെ കൂട്ടുകാരൻ അദ്വൈത് വന്നിട്ടുണ്ടായിരുന്നു. അവനൊരു പാവം ഒരു ചെക്കനായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ വന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു. പിന്നെ വാവക്കുട്ടിയാണെങ്കിൽ എല്ലാവരും വാവക്കുട്ടീനെ എടുത്ത് കാണില്ല. അപ്പോൾ എല്ലാവരും പറയുന്നു ലൈക്ക് വാവക്കുട്ടി ഈസ് ലുക്കിങ് എക്സാക്ട്ലി ലൈക്ക് ചിന്നു. അപ്പോൾ ഞാൻ സീരിയസ്ലി എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ മൈൻഡിൽ. അയ്യോ എൻ്റെ ചായ എന്ന് പറഞ്ഞപ്പോൾ യൂഷ്വലി അവളെ ഏട്ടൻ്റെ അമ്മയുടെ ചായ എന്നൊക്കെ പറയാറ് കേട്ടോ ജനിച്ചപ്പോൾ കണ്ടപ്പോൾ ഒക്കെ. പിന്നെ ഇപ്പം കണ്ടപ്പോൾ തനി എൻ്റെ ചായയാണ്. പിന്നെ അമ്മാമ്മയുടെ അമ്മ
അതായത് മുത്തിയമ്മാമ എന്നാ പറയും, മുത്തിയമ്മാമയുടെ ചായ ഉണ്ടെന്ന് പറഞ്ഞു, കല്യാണി അമ്മാമ്മയുടെ ചായ ഉണ്ടെന്ന് അവളെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ എൻ്റെ ചായ ഒന്ന് കൂടുതലാണ്. ഓ ഐ വാസ് ലൈക്ക് ഓ ചിന്നു യു ഡിഡ് സംതിങ്. അങ്ങനെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ കേട്ടപ്പോൾ. പിന്നെ അതേ അമ്മാമ്മ കുറേ നേരം അവളുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ നമ്മുടെ വാവക്കുട്ടിയാണിങ്ങനെ കുടുകുടാച്ചിരിക്കുകയായിരുന്നു കേട്ടോ അമ്മാമ്മേനെ നോക്കിയിട്ട്. അവൾക്ക് ഇങ്ങനെ ആൾക്കാർ അവളെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ കാലുമ്പോൾ ഞാൻ ജസ്റ്റ് എനിക്കാണെങ്കിൽ ഇപ്പോൾ വാവുകൾ ഉണ്ടായതിന് ശേഷം, അതിന് മുന്നേ എവിടെ ഇവിളയും ഒരു തേങ്ങയില്ല. അതിന് ശേഷം ഞാനാണെങ്കിൽ കാലും ഇങ്ങനെ അവനുണ്ടായപ്പോൾ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ പാരമ്പര്യം കീപ്പ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വലുതായപ്പോൾ അവനൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. പിന്നെ ഞാനും എൻ്റെ കാലും കെട്ടിയിട്ടുണ്ട്, വെറുതെ ഒരു സന്തോഷം നമുക്കിങ്ങനെ പിന്നെ അവൾക്കും കാലുമൊക്കെ ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അതാട്ടെ കാലുമത്തെ ഒരു ഇത്. പിന്നെ ഇത് അമ്മാമ്മയായിട്ട് കുറച്ച് വീട്. പിന്നെ ഷാര നോക്ക് ഗായ്സ്, നിങ്ങൾക്ക് തന്നെ പറ നല്ല രസമല്ലേ ഷാരയുടെ. പിന്നെ അഷ്ടേച്ചിയുടെ ഒന്നും കണ്ടില്ല, ഹെയർ മലരിൻ്റെ പോലത്തെ മുടിയൊക്കെ ആയിട്ട് നമ്മുടെ അഷ്ടേച്ചിയും. പിന്നെ അമ്മ അതേ അവിടെ നിൽക്കണു. ആദുബാബി ആണെങ്കിൽ അതേ അവിടെ മീൻ കണ്ടിട്ട് അമ്മ അതേ മീൻ എന്ന് പറഞ്ഞിട്ട് ആദുബാബിയുടെ വകത്. പിന്നെ മാമൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ടാങ്കിലാണെങ്കിൽ ആദുബാബിനെ ഫുൾ വെള്ളം നിറച്ചിട്ട് കളിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ബട്ട് അന്നാണെങ്കിൽ അവരാണെങ്കിൽ പിന്നെ അതിന് ശേഷം ഒരു 2 o'clock ശേഷം അവർ മൂവിക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ തിരക്കായിരുന്നു. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് കുറേ നല്ല എൻജോയ് ചെയ്തിട്ടായിരുന്നു കേട്ടോ പോയിരുന്നേ. പിന്നെ ഇതേ എന്താ പറയുക, ഞാൻ അവളായിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഷാര ഈ ക്യാമറയിൽ കേട്ടോ നോക്കണേ, നീമ അവിടെ വേറെ ക്യാമറയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പയ്യെ ഷാര പക്ഷെ ഇതിലായിരുന്നു കേട്ടോ നോക്കുന്നുണ്ടായിരുന്നെ. അങ്ങനെ ഓരോ കാര്യങ്ങളും രസമായിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. പിന്നെ ഓരോ ആക്സസറീസും നമ്മൾ പെണ്ണുങ്ങളാകുമ്പോൾ വീട്ടിൽ മീൻസ് ഇങ്ങനെ ഓരോ പെണ്ണുങ്ങളുടെ ഓരോ ആക്സസറീസും ഇങ്ങനെ കോംപ്ലിമെൻറ്റ് ചെയ്യുമല്ലോ. ഇത് നല്ലതായിട്ടുണ്ട്, ഇത് നന്നായിട്ടുണ്ട്. അമ്മയ്ക്ക് ഇഷ്ടം എന്തൊരു സംഭവം ഭയങ്കര ഇഷ്ടമായിട്ട് അതിങ്ങനെ സംസാരിക്കുകയൊക്കെ ആയിരുന്നു. എപ്പോഴും ഓണൊക്കെ ആകുമ്പോഴേ പുറമേ നട്ടോ സദ്യ ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിക്കാറ്. ഈ പ്രാവശ്യം ഞങ്ങൾ ഇതേ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സദ്യ കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് സത്യം പറയാലോ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് മേടിച്ച് കഴിക്കണേനെക്കാട്ടും നമ്മളുടെ ഇഷ്ടപ്പെട്ടവര് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ യമ്മി കേട്ടോ. അപ്പോൾ ഓരോ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അടുത്ത്. അപ്പൊ നമ്മുടെ നീം ഉണ്ടാക്കിയതാട്ടോ കാളൻ, പരിപ്പ്, പിന്നെ കൂട്ടുകറി, പിന്നെ എന്താ ചേന വറുത്തത്, അവിയല്, കാളൻ, ഇഞ്ചമ്പുളി, കായും പയറും, പിന്നെ ശർക്കര വരട്ടി, ക്യാബേജ് ഉപ്പേരി, അച്ചാറ്, പപ്പടം, സാമ്പാർ, 2 കൂട്ടം സാമ്പാറിനെന്ന് പറഞ്ഞാൽ സിന്ധുവിനെ ഉണ്ടാക്കിയത് പറഞ്ഞാൽ നീം ഉണ്ടാക്കിയതും. പിന്നെ പായസം ഉണ്ടായിരുന്നു. ഇതിൻ്റെ പായസത്തിന് വീഡിയോ അതിൻ്റെ ഇടയ്ക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. 3 കൂട്ടം പായസം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ആയിട്ട് നല്ല യമ്മിയായിരുന്നു കേട്ടോ. പിന്നെ തൈരും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എന്താ പാവയ്ക്കൊണ്ട് നമ്മളൊരു സംഭവം ഉണ്ടാക്കുമല്ലോ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കൊണ്ടാട്ടം പോലെ. പിന്നെ വേറെ ഒരെണ്ണുണ്ടായിരുന്നു, തീയലുണ്ടായിരുന്നു. അമ്മോ എല്ലാം കൂടിയിട്ട് നല്ല യമ്മിയായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു നീമ എനിക്ക് കുറച്ച് കറിയൊക്കെ വേണമെന്നുണ്ട്, ഞാൻ കറി കൊണ്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. മനസ്സ് നിറഞ്ഞിട്ടോ ഫുഡ് കഴിച്ചത് ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. അങ്ങനെ ഇനി എല്ലാവർക്കും എന്താ പറയുക ഇങ്ങനെ കുറച്ചു നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ മത്ത് പിടിച്ചു തുടങ്ങി കേട്ടോ. പായസം പല ടൈപ്പിലുള്ളതൊക്കെ കഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ അമ്മയൊക്കെ ഇത് ഇങ്ങനെ കഴിക്കാൻ നമ്മുടെ നീമ ഒറ്റയ്ക്കാട്ട് ഈ കറികൾ ഫുള്ള് ഉണ്ടാക്കിയത്. സിന്ധു ആൻറ്റിയും അഷ്ടേച്ചും പായസം ഉണ്ടാക്കി. പിന്നെ സിന്ധു ആൻറ്റി ആണെങ്കിൽ വേറെ ഒരു സാമ്പാറും കൂടി വെച്ചു. ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമ്മുടെ നീമ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നീമയ്ക്ക് ഇത്രയും കൈപ്പുണ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. നല്ല യമ്മിയായിട്ടായിരുന്നു. വിയാരും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങളിതേ അവിടെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളും വലിയമാമനും കുഞ്ഞുമാമനും ഞങ്ങളെല്ലാവരും കൂടിയിട്ട്, ഞാനാണെങ്കിൽ യൂഷ്വലി ഫസ്റ്റ് ട്രിപ്പ് ഒന്നും കയറി ഇരിക്കാറില്ല ഇടയ്ക്ക്. പക്ഷെ വിശന്നിട്ട് കണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഷാര പിന്നെ ആ ടൈമിൽ വാക്കുട്ടീനെ നോക്കി. പിന്നെ അമ്മയാണെങ്കിൽ ആദൂന ടൈമിൽ. മാമ ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സദ്യയില് ഫസ്റ്റ് ഫുള്ള് കഴിച്ച് തീർക്കണവർക്ക് സമ്മാനം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇത് മാമൻ തന്നെ ഫസ്റ്റ് പ്രൈസ് മേടിച്ചു. എങ്ങനെയാണെന്നറിയോ, ആ ഇലവ് എടുത്തിട്ട് ഇലത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നോക്ക് മാമൻ തന്നെ വിജയം. പിന്നെ ഫുഡൊക്കെ എടുത്തതിന്റെ വാക്കുട്ടി ഭയങ്കര കടച്ചിലായിരുന്നു. ഹരിക്കുട്ടൻ്റെ എടുത്തിരുന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ അടങ്ങിയിരിക്കണം. പിന്നെ എന്നെ കാണുമ്പോഴായിരുന്നു കേട്ടോ അവൾക്ക് വിഷമം ഉണ്ടായിരുന്നേ. പിന്നെ അമ്മ അതേ ഹെൽപ്പ് ചെയ്തൊക്കെ ചെയ്യണ്ടായിരുന്നു.
അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ മനസ്സ് തന്നിട്ടുള്ള ഒരു ഓണം സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ ഈ പ്രാവശ്യം. പിന്നെ അതേ എൻ്റെയും പൊണ്ണിൻ്റെ വക കുറച്ച് ഡാൻസും കാര്യങ്ങളും പിന്നെ ഞങ്ങൾ പല ടൈപ്പിലെ പിക്സും കാര്യങ്ങളും എടുത്തിട്ടും ഞങ്ങൾക്ക് മതിയാവുണ്ടായിരുന്നില്ല കേട്ടോ. ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ വിചാരിച്ച അത്രയ്ക്ക് അലമ്പുണ്ടാക്കിയില്ല കേട്ടോ. കുറച്ച് നേരം മുകളിട്ടുണ്ടെങ്കിലും അധികം അതും പുറത്തു പോകാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് അങ്ങനെ അലമ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബലൂണൊക്കെ വിയാരെ കൊണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കളിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മുന്നൊക്കെ ഞങ്ങളെല്ലാവരും കൂടണ സമയത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പം എനിക്ക് പിള്ളേരായി, അങ്ങനെ എന്തൊക്കെ ചേഞ്ചസ് ആല്ലേ നമുക്ക് ഓരോ ഇയറിലും ഓരോ കൊല്ലം നമുക്ക് മാറ്റം വരണേ അല്ലേ നമ്മുടെ ലൈഫിൽ. അങ്ങനെ ദേ ഞങ്ങൾ വീഡിയോസൊക്കെ ഞാൻ അതുപോലെ തന്നെ ഓരോ പ്രാവശ്യം വീട്ടിലേക്ക് വരുമ്പോൾ മാമൻ്റെ വീട്ടിൽ മാമൻ ഓരോ വെറൈറ്റി കാര്യങ്ങളൊക്കെ ചെയ്താൽ കിട്ടും. അപ്പം ഞാനത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ട് ഇങ്ങനെ നോക്കി വെക്കാറുണ്ട്. ഈ പ്രാവശ്യം വന്നപ്പോൾ കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തന്നെ ഞാൻ പറയാറുണ്ട് അങ്ങനെ. അപ്പം ഇങ്ങനെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായി ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.